2024 ഡിസംബർ 24 തീയതിയാണ് ജെജു എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 2216 സൗത്ത് കൊറിയയിൽ അപകടത്തിൽപ്പെടുന്നത്. ബോയിങ് 737-800 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ 175 യാത്രക്കാർ മരണപ്പെടുകയും ചെയ്തു. സൗത്ത് കൊറിയയിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ജെജു എയർലൈൻസിൻ്റേത്. അതുകൂടാതെ ജെജു എയർലൈൻസിൻ്റെ തന്നെ 19 വർഷത്തെ ഫ്ലൈയിങ് ഹിസ്റ്ററിയിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടവും ഇതായിരുന്നു. ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും പ്രിലിമിനറി റിപ്പോർട്ടിൽ തന്നെ വളരെയധികം കോൺട്രവേഴ്സീസ് വന്നു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ജെജു എയർലൈൻസിൻ്റെ അപകടത്തെ പറ്റിയിട്ടുള്ളതാണ്. ഡിസംബർ 29 തീയതി ജെജു എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 2216 ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും ഡിപ്പാർച്ചറിന് റെഡിയാവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബോയിങ് 737-800 വിമാനമാണ് അന്ന് സൗത്ത് കൊറിയയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. എയർക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻ ഏകദേശം 6090 മണിക്കൂർ ബോയിങ് 737 വിമാനത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഫസ്റ്റ് ഓഫീസർ ഏകദേശം 1500 മണിക്കൂർ. ഇവരെ കൂടാതെ 4 ക്രൂ മെമ്പേഴ്സാണ് അന്നത്തെ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ 2019 മുതൽ ജെജു എയർലൈൻസിൽ ഫ്ലൈ ചെയ്യുന്നതാണ്. കൂടുതൽ പാസഞ്ചേഴ്സും ഈ എയർക്രാഫ്റ്റിൽ ബാങ്കോക്കിൽ നിന്നും ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരായിരുന്നു. കൂടുതലും ഫാമിലീസാണ്. എയർക്രാഫ്റ്റ് ഡിപ്പാർച്ചറിന് റെഡിയാവുന്ന സമയത്തൊന്നും തന്നെ യാതൊരു രീതിയിലുമുള്ള ടെക്നിക്കൽ ഫോൾട്ടും എയർക്രാഫ്റ്റിന് ഉണ്ടായിരുന്നില്ല. എയർക്രാഫ്റ്റിൻ്റെ പ്രീ ഡിപ്പാർച്ചർ സമയത്തെല്ലാം തന്നെ പേപ്പർ വർക്കെല്ലാം ചെയ്യുന്ന സമയത്തും ഒരു ഡിഫക്റ്റും ക്യാപ്റ്റനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എയർക്രാഫ്റ്റിൻ്റെ പ്രീ ഡിപ്പാർച്ചർ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം എയർക്രാഫ്റ്റ് പുഷ് ബാക്ക് ചെയ്തു. ടാക്സി വേയിൽ നിന്നും 2:28 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു. 15 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റാണെന്ന് ഫ്ലൈ ചെയ്യുന്നത്. റയാൻ എയറിൽ നിന്നുമാണ് ജെജു എയർലൈൻസ് 2017 ഈ ബോയിങ് 737 വിമാനം ഡെലിവറി എടുക്കുന്നത്. ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിന് 48 മണിക്കൂർ മുൻപ് ഈ എയർക്രാഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 13 സെക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ജെജു എയർലൈൻസിൻ്റെ റെക്കോർഡ്സിൽ ഒന്നും തന്നെ എയർക്രാഫ്റ്റിന് യാതൊരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എയർക്രാഫ്റ്റിൻ്റെ ക്രൂസ് ഫേസും വളരെയധികം നോർമലായിരുന്നു. ഏകദേശം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയപ്പോഴേക്കും എയർക്രാഫ്റ്റ് മുവാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ATC നൽകുകയുണ്ടായി. റൺവേ നമ്പർ 01 ആണ് ലാൻഡിങ്ങിന് വേണ്ടി നൽകിയത്. അങ്ങനെ ഡിസെൻറ്റ് ടൈമിൽ തന്നെ ബേർഡ് സ്ട്രൈക്ക് അഥവാ പക്ഷികൾ ഒരുപാട് ഫ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ATC നേരത്തെ ഇൻഫർമേഷൻ നൽകിയിരുന്നു. അങ്ങനെ 8:58 ആയപ്പോഴേക്കും ATCക്ക് ജെജു എയർലൈൻസിൽ നിന്നും ഒരു മേഡേ കോൾ ലഭിക്കുകയുണ്ടായി. തങ്ങളുടെ എയർക്രാഫ്റ്റിൽ പക്ഷികൾ വന്നിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് തങ്ങളിപ്പോൾ ലാൻഡ് ചെയ്യുന്നില്ല, ഗോ അറൗണ്ട് ചെയ്യുകയാണ് എന്നായിരുന്നു ആ സന്ദേശം. ഇതിനുശേഷം റൺവേ നമ്പർ 01 ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൺവേ 19 ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ATCയോട് ക്യാപ്റ്റൻ ചോദിക്കുകയുണ്ടായി. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ATC ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിന് കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിരുന്നു. ലാൻഡിംഗ് ഗിയർ ഡിപ്ലോയ് ചെയ്യാൻ ക്യാപ്റ്റന് സാധിച്ചില്ല. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തത് ലാൻഡിംഗ് ഗിയർ ഇല്ലാതെയായിരുന്നു. ബെല്ലി ലാൻഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓവർഷൂട്ട് ചെയ്ത് പോയ എയർക്രാഫ്റ്റിൻ്റെ വീഡിയോ നമ്മളിൽ പലരും മീഡിയ വഴി കണ്ടിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്തുള്ള കോൺക്രീറ്റ് ഫിക്സ്ചറിൽ ചെന്നിടിക്കുകയും വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിന് തീ പിടിക്കുകയും ചെയ്തു. എമർജൻസി റെസ്ക്യൂ ടീം വളരെ പെട്ടെന്ന് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി എങ്കിൽ പോലും ടെയിൽ ഭാഗത്തിരുന്ന 2 ക്രൂ മെമ്പേഴ്സിന് ഒഴികെ ബാക്കി ആരെയും രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. സൗത്ത് കൊറിയൻ ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിൻ്റെ 4 മിനിറ്റ് മുൻപ് എയർക്രാഫ്റ്റിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ പ്രവർത്തനം നിലച്ചിരുന്നു. ഇലക്ട്രിക്കൽ പവർ എയർക്രാഫ്റ്റിന് നഷ്ടപ്പെട്ടിരുന്നു. കാരണം എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസിന് കാര്യമായ ഡാമേജ് സംഭവിച്ചിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ എയർക്രാഫ്റ്റിൽ പക്ഷി വന്നിടിച്ചത് മൂലം അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുമൂലമാണ് എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിംഗ് ഗിയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ക്യാപ്റ്റന് സാധിക്കാതിരുന്നത്. എന്നാൽ അത് മാനുവലായി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. സൗത്ത് കൊറിയയിൽ മുവാൻ എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ബേർഡ് സ്ട്രൈക്കിൻ്റെ റേറ്റ് ഉള്ളത്. എന്നാൽ ബേർഡ് സ്ട്രൈക്ക് കാരണം മാത്രം ഈ ലാൻഡിംഗ് ഗിയറിന് ഇത്ര ഡാമേജ് സംഭവിക്കുമെന്ന് എക്സ്പേർട്സ് വിശ്വസിച്ചില്ല. ലാൻഡിങ്ങിന് ശേഷം എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന റിവേഴ്സ് ത്രസ്റ്റർ ഒരു എഞ്ചിനിൽ മാത്രമേ വർക്ക് ചെയ്തിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് പിന്നീടും അന്വേഷണം ആരംഭിച്ചു. എയർപോർട്ടിൻ്റെ കോൺക്രീറ്റ് ലോക്കലൈസർ സപ്പോർട്ട് ആ റൺവേയുടെ അവസാനം ഇല്ലായിരുന്നു എങ്കിൽ എയർക്രാഫ്റ്റിന് തീർച്ചയായും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ് എക്സ്പേർട്സ് വിശ്വസിച്ചിരുന്നത്. അതുതന്നെയായിരുന്നു സത്യവും. ജൂലൈ 2025 വന്ന രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൈലറ്റ് എററാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എയർക്രാഫ്റ്റിൻ്റെ റോങ് എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്തതാണ് ഈ എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണമെന്നാണ് രണ്ടാമത് വന്ന റിപ്പോർട്ടിൽ പറഞ്ഞത്. ബേർഡ് സ്ട്രൈക്ക് ഉണ്ടായ സമയത്ത് വലതുവശത്തെ എഞ്ചിനായിരുന്നു ഡാമേജ് സംഭവിച്ചത്. എന്നാൽ ഇത് മനസ്സിലാകാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇടതുവശത്തെ എഞ്ചിനാണ് പൈലറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ജെജു എയർലൈൻസിൻ്റെ പൈലറ്റ് അസോസിയേഷനും യാത്രക്കാരുടെ ഫാമിലീസ് എല്ലാം തന്നെയും ഇതിനെ എതിർക്കുകയുണ്ടായി.
ഇത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചത് എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.